ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഇന്ന് ഒപ്പുവച്ചേക്കും. ആഗോള ആഭ്യന്തര ഉൽപാദനത്തിന്റെ 20% വരുന്ന തുകയുടെ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒപ്പുവെക്കാൻ പോകുന്നത്. ഏകദേശം 2 ദശാബ്ദത്തോളമായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ചർച്ച നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഏതൊക്കെ മേഖലകളെയാണ് ഇത് ബാധിക്കുക എന്ന് പരിശോധിക്കാം. ഇരുവിഭാഗത്തു നിന്നും മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്നാണ് ഈ കരാറിനെ വിളിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കരാർ പ്രഖ്യാപിക്കുന്ന ഈ ഒരു സമയമാണ്. അമേരിക്ക ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒരു താരിഫ് യുദ്ധത്തിന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു താരിഫ് യുദ്ധം നടത്താൻ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വരുന്നത് എന്നുള്ള ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് ഏതൊക്കെ മേഖലകളിലാണ് എന്ന് പരിശോധിക്കാം. ചരക്ക് സേവന പ്രതിരോധ നിക്ഷേപ മേഖലയടക്കം 24 അധ്യായങ്ങളാണ് ഈ ഒരു കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 90% ചരക്കുകളുടെയും തീരുവ കുറയ്ക്കും അല്ലെങ്കിൽ ഒഴിവാക്കും എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ എന്ത് മാറ്റമുണ്ടാകും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ടെക്സ്റ്റൈൽസ്, ഫുഡ്വെയർ, കാറ്, വൈൻ എന്നിവയിലാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതീക്ഷ. കൃഷി, ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവ പൂർണ്ണമായും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രധാന കരാറുകളിലൊക്കെ ഒരു കീറാമുട്ടിയായി നിലനിന്നിരുന്നത് ഈ കൃഷിയിലേക്ക് കാർഷിക മേഖലയിലേക്ക് കടന്നു കയറാനുള്ള അമേരിക്കയുടെ ശ്രമമായിരുന്നു. എന്നാൽ ഈ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിൽ കൃഷി, ക്ഷീര ഉൽപ്പന്ന മേഖലകളെല്ലാം തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. മരുന്ന്, മെഷീനറി തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നികുതി കുറയ്ക്കണമെന്ന് തന്നെയാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം തൊഴിൽ മേഖലയിലുള്ള കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക എന്നതാണ്. പ്രത്യേകിച്ചും ഈ നൈപുണ്യ വികസനം, അതുപോലെ തന്നെ സ്കിൽഡ് ലേബർ ഉള്ള മേഖലകൾ, അതുപോലെ തന്നെ IT മേഖലകളിലൊക്കെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. വാഹനങ്ങൾക്കും അതിൻ്റെ സ്പെയർ പാർട്സിനും അതിൻ്റെ ഭാഗങ്ങൾക്കുമാണ് വലിയ രീതിയിൽ നിലവിൽ ഇന്ത്യ നികുതി ചുമത്തുന്ന ഒരു വലിയ മേഖല. ഈ മേഖലയിലേക്കാണ് EU പ്രധാനമായും കണ്ണു നട്ടിരിക്കുന്നത്. ഓട്ടോ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു കയറുക, അത് പ്രധാനപ്പെട്ട വിദേശ നിർമ്മിത ആഡംബര വാഹനങ്ങളായ BMW അല്ലെങ്കിൽ അതുപോലെയുള്ള ബെൻസ് പോലുള്ള കമ്പനികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഘടകമാണിത്. വാഹനം പോലെ തന്നെ ഇന്ത്യ വലിയ തീരുവ ചുമത്തുന്ന ഒരു കാര്യമാണ് മദ്യത്തിന് 100 മുതൽ 125% വരെ തീരുവയാണ് ചുമത്തുന്നത്. ഇത് കുറയ്ക്കണമെന്നും EU ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി പോലുള്ള പ്രധാനപ്പെട്ട EU രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കാറുകൾ, അതുപോലെ തന്നെ ആഡംബര വാഹനങ്ങൾ, അതുപോലെ തന്നെ വിദേശ മദ്യം തുടങ്ങിയ വാഹനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ചരക്കുകൾ, പ്രത്യേകിച്ചും ലേബർ ഇൻറ്റൻസീവായ വ്യവസായ മേഖലകളിൽ നിന്നുള്ള ചരക്കുകൾ കൂടുതലായി ഈ EU രാജ്യങ്ങളിലെ മാർക്കറ്റുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.